അശ്വതി ചേച്ചി. എന്താ ശ്രേയ? എന്റെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തിട്ട് അശ്വതി ചേച്ചിയാണോ? അച്ചുക്കുട്ടിയുടെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് ഞാനാ. എന്ന് വെച്ച മാഡത്തിന്റെ ഡ്രസ്സ് വാഷ് ചെയ്ത് ഞാനല്ലാട്ടോ. ഞാനല്ല ശ്രേയ. ഇനി അമ്മയാണോ? ഞാനല്ല. പിന്നെ ആരാ? ഓക്കെ, വൈകി ഇറങ്ങാം. ശ്രേയ, ഒരു മിനിറ്റ്. രാവിലെ ഒന്നും കഴിക്കാതിരുന്ന ജോലി ശ്രദ്ധിക്കാൻ പറ്റുമോ ശ്രേയ? ബ്രേക്ക്ഫാസ്റ്റ് ഓഫീസിൽ ചെന്ന് കഴിച്ചോ? ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്ത് ഒരു തവണ പൊന്നുനെ നാട്ടിച്ചതാ ഇവള്. ഇപ്പൊ വീണ്ടും ഇറങ്ങിയിരിക്കാം പൊന്നുടെ ദേഷ്യം പിടിപ്പിക്കാൻ. ശ്രേയ, ഇത് നമ്മുടെ കുടുംബത്തിന്റെ മര്യാദയായിട്ടൊന്നുമല്ല. രാവിലെ ഓഫീസിൽ ചെന്ന് വിശന്നിരിക്കാതിരിക്കാനാ. ശ്രേയ ചോദിച്ചില്ലേ ഡ്രസ്സെല്ലാം ആരാ വാഷ് ചെയ്തേന്ന്? ഞാനാ. ശ്രേയക്ക് രാവിലെ ഓഫീസിലൊക്കെ പോകുമ്പോ വാഷ് ചെയ്യാനൊക്കെ എവിടെ നേരം? വൈകിട്ട് വന്ന് ചെയ്യാന്ന് വിചാരിച്ച ക്ഷീണം ഉണ്ടാവും. അതാലോചിച്ചപ്പോ ഞാനാ വാഷ് ചെയ്തേ. എന്റെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തിട്ടു പോകാൻ നേരം ബ്രേക്ക്ഫാസ്റ്റ്. കൊള്ളാൻ ചാരു, നീ എന്റെ ട്രാക്കിലേക്ക് വന്നു തുടങ്ങി ഒരടിമയെ പോലെ. ഇനി ജീവിതകാലം മുഴുവൻ നിന്റെ സ്ഥാനം എന്റെ കാൽ കീഴിലായിരിക്കും. എടി ശ്രേയേ, നിന്റെ വേലക്കാരിയാണ് ഞാനെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ അരവിന്ദേട്ടന്റെ ഭാര്യയാക്കി കുട്ടികളുടെ അമ്മയാക്കിയിട്ടേ ഞാൻ വിടും. താങ്ക്സ് ചാരു. ഓ, എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നേ? തുണി കഴുകിയിടുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടുന്നു, രണ്ടും കൂടി ഒന്നിച്ച് ഇനി നമ്മൾ പുറത്താവോ അമ്മേ? അശ്വതി, ശ്രേയയുടെ ലക്ഷ്യങ്ങളെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. അവൾ എന്നോടത് പറഞ്ഞിട്ടുമുണ്ട്. തുണിക്കച്ചവടക്കാരിയുടെ മുഖത്ത് നോക്കി പൊന്നു ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊലച്ചിരിയായിരിക്കും. ഒരുപക്ഷെ മാഷിനോടും ആകാശിനോടും ക്ഷമിച്ചാ പോലും ശ്രേയ തുണിക്കച്ചവടക്കാരിയോട് ക്ഷമിക്കില്ല. അത്രയ്ക്ക് പകയുണ്ട് ശ്രേയയ്ക്ക്. ഈ വീട്ടിൽ തുണിക്കച്ചവടക്കാരിയെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഞാനാ. എന്നാ എന്നേക്കാൾ വെറുക്കുന്ന ഒരാൾ കൂടി ഉണ്ട്. അതാണ് എന്റെ പൊന്നു. അത്രയ്ക്ക് വെറുപ്പുണ്ടായിട്ടും ചാരു ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് നീട്ടിയപ്പോ ശ്രേയ ഒന്നും മിണ്ടാതെ വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ? എന്നിട്ട് താങ്ക്സും പറഞ്ഞു. മനസ്സിലൊന്നും കാണാതെ ശ്രേയ അങ്ങനെ ചെയ്യില്ല. കാരിയർ വാങ്ങുന്നതിന് മുമ്പ് അവള് ചാരുവിനെ നോക്കിയത് നീ ശ്രദ്ധിച്ചു? ശ്രദ്ധിച്ചു. ആ, അത് മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ചതിന്റെയാ ആ നോട്ടം. പൊന്നുവിന്റെ ഓരോ വാക്കിലും നോട്ടത്തിലും ഓരോ അർത്ഥങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്കാർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. ചെയ്ത് കാണിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവൂ. ആ സമയത്ത് എനിക്കും എന്തോ സംശയം തോന്നി. ഒരു സംശയവും വേണ്ട. ശ്രേയ തുണിക്കച്ചവടക്കാരിയുടെ അവസാനം കണ്ടേ പോകൂ. അവള് പേടിച്ച് ചിലപ്പോ ശ്രേയയെ കയ്യിലെടുക്കാൻ നോക്കിയെന്ന് വരും. അതൊക്കെ മനസ്സിലാക്കി പൊന്നു അവളെ ചക്രശ്വാസം വലിപ്പിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാലും പാവ അരവിന്ദ്, അവന്റെ കാര്യം ഓർക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നു. അതൊക്കെ ശരിയായിക്കോളും. ക്ഷമയാണ് വേണ്ടത്. അവനൊരു ജോലി കിട്ടിയ എല്ലാം മാറി മറിഞ്ഞില്ലേ? അതെ അമ്മ. നീ വാ.
ആകാശ് സാറേ, സെക്ഷൻ ബിയുടെ 2 ഫയല് ഞാൻ ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഇന്നലെ എന്റെ ടേബിളിലായിരുന്നല്ലോ കൃപേഷ്. ഞാനിവിടെ വെറുതെ ഇരിക്കാണെന്നാണ് വിചാരം. തന്നെ താനങ്ങ് നോക്കിയാൽ മതി. കൃപേഷ് എപ്പോഴും ഇങ്ങനെയാ, നിങ്ങൾ അത് കാര്യാക്കണ്ട.